JDU-വിനെയും BJP ഞെട്ടിച്ചു. 92 സീറ്റിൽ BJP ജയമുറപ്പിച്ചു കഴിഞ്ഞു. മഹാസഖ്യം വെറും 31 സീറ്റിലേക്ക് ചുരുങ്ങുകയാണ്. കോൺഗ്രസ് 3 സീറ്റിലേക്കാണ് കൂപ്പുകുത്തിയിരിക്കുന്നത്. വലിയ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്കിടവയ്ക്കുന്നതാവാം ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം. അതിൻ്റെ തുടർചലനങ്ങളൊക്കെ ഏറെ ശ്രദ്ധേയവുമാണ്. കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, ഏറ്റവും ഒടുവിൽ വരുന്ന ഫലമനുസരിച്ച് തേജസ്വി യാദവിൻ്റെ തോൽവി പോലും വന്നു കഴിഞ്ഞു എന്ന പ്രവചനമൊക്കെ വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കാനായിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ചിത്രം? ബീഹാറിൽ സമ്പൂർണമായ NDAയുടെ തേരോട്ടം എന്ന് തന്നെ പറയാം. പാടെ തകർന്നടിഞ്ഞു പോയിരിക്കുന്നു മഹാസഖ്യം. RJDയും കോൺഗ്രസും CPI-MLും CPIMും CPIയും VIP-യും എല്ലാം ചേരുന്ന ഈ മഹാസഖ്യം പാടെ അടിഞ്ഞു പോയിരിക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 2020-ലെയും 2015-ലെയും തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ഭരണം ലഭിച്ചില്ല എങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നത് RJD ആയിരുന്നു. RJD കഴിഞ്ഞ തവണ 75 സീറ്റുകളോളം നേടിയതാണ്. ആ RJD അടക്കം തകർന്നു പോയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ 19 സീറ്റുകളുണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ കേവലം 4 സീറ്റുകളിൽ മാത്രം ലീഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വല്ലാതെ താഴെ പോയിരിക്കുന്നു. 12 സീറ്റുകൾ ഉണ്ടായിരിക്കുന്ന CPI-ML അവിടെ നിന്ന് 3 സീറ്റുകളിലേക്ക് താഴെ വീണിരിക്കുന്നു. കഴിഞ്ഞ തവണ 75 സീറ്റുകൾ ഉണ്ടായിരുന്ന RJD ഈ തവണ കേവലം 25 സീറ്റുകളിലേക്ക് 50 സീറ്റ് കുറഞ്ഞ 25 സീറ്റുകളിലേക്ക് വീണിരിക്കുന്നു. നമുക്ക് മാജിക് വാളിൻ്റെ സഹായത്തോടു കൂടി ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൂടി ഒരിക്കൽ പരിശോധിക്കാം. 243 അംഗ ബീഹാർ നിയമസഭയിൽ 204 സ്ഥലത്ത് ഇപ്പോൾ NDA ആണ് ലീഡ് ചെയ്യുന്നത്. അവസാന ഫലം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ ഇനി സാധ്യതയില്ല. 83 സീറ്റുകളാണ് കഴിഞ്ഞ തവണത്തേക്കാൾ അധികം നേടുന്നത് എന്നത് ആലോചിക്കണം. ഇത്ര വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 243-ൽ 204. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മഹാഗഡ്ബന്ധൻ, കോൺഗ്രസ്, RJD, തേജസ്വി യാദവ് നേതൃത്വം നൽകുന്ന മഹാഗഡ്ബന്ധന് 34 ഇടത്തു മാത്രമാണ് ലീഡ് ചെയ്യാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ 80 സീറ്റുകൾ കുറവ്. കഴിഞ്ഞ തവണ 125 സീറ്റുകളായിരുന്നു NDAക്ക് ഉണ്ടായിരുന്നെങ്കിൽ മഹാഗഡ്ബന്ധന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 115 സീറ്റുകളാണ്. അവിടെ നിന്നാണ് 34ലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് 5 സീറ്റ് എന്നുള്ളതാണ്. ജൻ സുരാജ് പാർട്ടി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയായ പ്രശാന്ത് കിഷോറിൻ്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ ജൻ സുരാജ് പാർട്ടി 243-ൽ 238 മണ്ഡലങ്ങളിലും മത്സരിച്ച് അവിടെ ഒന്നുകിൽ ഏറ്റവും കുറഞ്ഞാൽ 10 സീറ്റ് അല്ലെങ്കിൽ 150-ന് മേലേക്ക് എന്നൊക്കെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനുമൊക്കെയായ പ്രശാന്ത് കിഷോർ അവകാശപ്പെട്ടതാണ്. പ്രശാന്ത് കിഷോറിൻ്റെ ഇത്ര കാലമുള്ള പ്രൊഫഷണൽ ക്രെഡിബിലിറ്റി പോലും ഇല്ലാതെ ആവുന്ന തരത്തിലേക്ക് സംപൂജ്യരായി മടങ്ങുന്ന അവസ്ഥയിലാണ് ഈ ജൻ സുരാജ് പാർട്ടി ഉള്ളത്. ഇനി നമുക്ക് ഓരോ മുന്നണിക്കും എങ്ങനെയാണ് ഓരോ സ്ഥലത്തും കൂടുതൽ സീറ്റ് നേടിയത് പാർട്ടികളുടെ അവസ്ഥ ആദ്യം പരിശോധിക്കാം. ആദ്യം NDA ആണ് അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത്. NDAയിൽ BJP 92 101 സീറ്റുകളിൽ മത്സരിച്ചു. 92 എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് റേറ്റ് 90% മുകളിലാണ്. 10 സ്ഥാനാർത്ഥികളെ മത്സരിക്കുമ്പോൾ 9 പേരെയും JP 9-ലധികം ആളുകളെ ജയിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് BJPയുടേത്. കഴിഞ്ഞ തവണത്തേക്കാൾ 18 സീറ്റുകൾ അധികമാണ്. 74 സീറ്റായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. മറ്റൊന്ന് JDU ആണ്. JDU 101 സീറ്റിൽ മത്സരിപ്പിച്ചിട്ട് 82 അവർ മുന്നേറുകയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 39 സീറ്റുകളാണ് അധികം നേടിയത്. കഴിഞ്ഞ തവണ ആലോചിക്കണം 43 സീറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ തവണ JDU ലഭിച്ചത്. കഴിഞ്ഞ 20 വർഷമായി ഇടയ്ക്ക് ജിതിൻ റാം മാഞ്ചി ഭരിച്ച ഒരു വർഷം കാലയളവ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 2005 മുതൽ 2025 വരെ ബീഹാറിന് ഒറ്റ മുഖ്യമന്ത്രിയെ ഉണ്ടായിട്ടുള്ളൂ. അത് നിതീഷ് കുമാറാണ്. പലതവണ മുന്നണി മാറിയ ആളാണ്. NDAയിൽ നിന്ന് മഹാഗഡ്ബന്ധനിലേക്ക് തിരിച്ച് NDAയിലേക്കും വീണ്ടും മഹാഗഡ്ബന്ധനിലേക്കും NDAയിലും ഒക്കെ മാറിയ ആളാണ്. അപ്പോഴെല്ലാം മുഖ്യമന്ത്രിയായിരുന്ന JDU, JDUവിൻ്റെ നേതാവ് JDU കഴിഞ്ഞ തവണയാണ് ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട പെർഫോമൻസിലേക്ക് പോയത്. അത് 43 സീറ്റായിരുന്നു. അവർ അന്ന് സീറ്റിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ 21 സീറ്റുകൾ നേടിയ LJP ആയിരുന്നു. രാംവിലാസ് പാസ്വാൻ നയിച്ചിരുന്ന LJP ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ നയിക്കുന്ന LJP. ഈ LJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് NDAയുമായി തെറ്റി, അല്ലെങ്കിൽ സംസ്ഥാനത്തെ NDAയുമായി തെറ്റി. കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രിയായി ചിരാഗ് പാസ്വാൻ ഇരിക്കുമ്പോൾ തന്നെ ബീഹാറിൽ LJP പ്രത്യേകമായി മത്സരിച്ചു. 9% വരുന്ന പാസ്വാൻ അനുബന്ധ കമ്മ്യൂണിറ്റിയുടെയൊക്കെ വലിയ സ്വാധീനമുള്ള നേതാവാണ് അല്ലെങ്കിൽ പാർട്ടിയാണ് LJP. ആ LJP രാംവിലാസ് പാസ്വാൻ RV എന്ന് പറയുന്ന പാർട്ടിയാണ്. അതിപ്പോൾ നയിക്കുന്നത് ചിരാഗ് പാസ്വാനാണ്. അന്ന് ഈ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി മത്സരിച്ചതുകൊണ്ടാണ്, LJP മത്സരിച്ചതുകൊണ്ടാണ് പ്രധാനമായും JDUവിൻ്റെ സീറ്റുകളിൽ 43ലേക്ക് വീണുപോയത്. ഈ JDUവിൻ്റെ സീറ്റുകളിലൊക്കെ LJP സ്ഥാനാർത്ഥികൾ കൂട്ടുകയും BJP സീറ്റുകളിൽ BJP കൂട്ടുകയും ചെയ്തിരുന്നു. അന്ന് നിതീഷ് കുമാറിന്
സർക്കാരിനെ അല്പം ദുർബലനാക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടിയായിരുന്നു BJPയുടെ പരോക്ഷ പിന്തുണയോടുകൂടി LJP മത്സരിച്ചത്. ഇത്തവണ അങ്ങനെയല്ല. LJPയെ കൂടി മുന്നണിയിൽ ഉൾപ്പെടുത്തിയാണ് മത്സരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമുണ്ടായിരുന്ന LJPക്ക് ഇത്തവണ 21 സീറ്റുകൾ നേടിയിരിക്കുന്നു. ഒരു പാർട്ടി എന്ന നിലയിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് നോക്കിയാൽ അത് 1 നിന്ന് 21 തൻ്റെ പാർട്ടിയുടെ വിജയത്തെ MLA-മാരെ എത്തിക്കാൻ കഴിഞ്ഞ ചിരാഗ് പാസ്വാനാണ് അത്തരത്തിൽ ഏറ്റവും വലിയ നേതാവ് എന്ന് പറയേണ്ടി വരും. തേജസ്വി യാദവിൻ്റെ സെക്കൻഡ് ലെയറിലൊക്കെ നിൽക്കുന്ന, അല്ലെങ്കിൽ തേജസ്വിയെ പോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു നേതാവല്ല ചിരാഗ് പാസ്വാൻ. ഒരു കാലത്ത് സിനിമാ നടനൊക്കെ ആയിരുന്നു. അച്ഛൻ്റെ മരണത്തെ തുടർന്നാണ് ഏറ്റവും പൂർണ്ണമായും പാർട്ടിയുടെ നേതൃത്വമൊക്കെ ഏറ്റെടുത്തത്. പൂർണ്ണമായും നരേന്ദ്രമോദിയുടെ ലോയലായി നിൽക്കുന്ന, എല്ലാ കാലത്തും നരേന്ദ്രമോദിയെ നേതാവായി അംഗീകരിക്കുന്ന ചിരാഗ് പാസ്വാൻ ഇത്തവണ നിതീഷ് കുമാറിനെ കൂടി അദ്ദേഹം നേതാവായി അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ഏറ്റവും വലിയ റേറ്റ് 21 സീറ്റുകളിലേക്ക്. HMS കഴിഞ്ഞ തവണ 4 സീറ്റ് നേടിയെങ്കിൽ ഇത്തവണ 5 സീറ്റ് നേടിയിരിക്കുന്നു. RLMന് 4 സീറ്റുകളിലൂടെ. ഇതാണ് NDAയുടെ ചിത്രം. എന്നാൽ മറിച്ച് നമുക്ക് ഇന്ത്യ മുന്നണിയുടെ ചിത്രം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. മഹാഗഡ്ബന്ധൻ RJD നേതൃത്വം നൽകുന്ന, തേജസ്വി യാദവ് നേതൃത്വം നൽകുന്ന രണ്ടാമത്തെ പാർട്ടിയായി കോൺഗ്രസ് നിൽക്കുന്ന, CPI-ML നിൽക്കുന്ന, കഴിഞ്ഞ തവണ 12 സീറ്റുകൾ നേടി ഇത്തവണ 20 സീറ്റുകൾ മത്സരിച്ച CPI-ML ആണെന്ന് ആലോചിക്കണം. കഴിഞ്ഞ തവണ 2 സീറ്റ് നേടിയ CPM, കഴിഞ്ഞ തവണ 2 സീറ്റ് നേടിയ CPI അടക്കിയ പാർട്ടികൾ നിൽക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. ഇന്ത്യ മുന്നണിയിൽ RJDക്ക് 75 സീറ്റുകൾ കഴിഞ്ഞ തവണ ലഭിച്ചെങ്കിൽ ഇത്തവണ അത് 50 സീറ്റുകൾ കുറഞ്ഞ 25 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. മറ്റൊന്ന് കോൺഗ്രസ്സാണ് രണ്ടാമത്തെ പാർട്ടി. 61 സീറ്റുകൾ മത്സരിച്ച കോൺഗ്രസ്സിന് 5 സീറ്റുകളിൽ മാത്രമാണ് മുന്നേറാൻ കഴിയുന്നത്. അത്രത്തോളം ദയനീയമായ അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് വീണുപോയത് എന്നതുകൂടി നമ്മൾ ആലോചിക്കണം. 19 നിന്ന് 5 സീറ്റുകളിലേക്ക് കോൺഗ്രസ് വീണുപോയിരിക്കുന്നു. CPI-MLനും സമാനമായ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ 12 സീറ്റുകൾ വിജയിച്ച പാർട്ടിയാണ് CPI-ML. ഇത്തവണ 3 സീറ്റുകൾ മാത്രമാണ്. മറ്റൊന്ന് CPM കഴിഞ്ഞ തവണ 2 സീറ്റിൽ വിജയിച്ചു. അവർക്കിപ്പോൾ 1 സീറ്റിൽ മുന്നേറുന്നു. VIP-ക്ക് 0 സീറ്റിലേക്ക് വരുന്നു. IIP 0 സീറ്റിലേക്ക് വരുന്നു. CPI-യും 2 സീറ്റിൽ ജയിച്ചതാണ്. CPI-യുടെയും ഇത്തവണത്തെ സംഖ്യ 0 സീറ്റുകളിലേക്കാണ് വരുന്നത്. ഇനി നമുക്ക് പ്രധാനമായും പരിശോധിക്കാൻ കഴിയുന്നത് കഴിഞ്ഞ തവണത്തെ 2020 കണക്കുകൾ കൂടി പരിശോധിക്കാം. 2020 കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ ഇത്തവണത്തെയും കഴിഞ്ഞ തവണത്തെയും വ്യത്യാസം നമുക്ക് കൂടുതൽ വ്യക്തമായി തന്നെ തിരിച്ചറിയാൻ കഴിയും. ഇതാണ് 2020 കണക്ക്. അന്ന് NDAക്ക് 125 സീറ്റ് ഉണ്ടായിരുന്നു. മഹാഗഡ്ബന്ധന് 110 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അവിടെ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം നോക്കണം. കഴിഞ്ഞ തവണ 37.34% വോട്ടാണ് NDA സഖ്യം നേടിയെങ്കിൽ 37.13% വോട്ടാണ് അന്ന് മഹാഗഡ്ബന്ധൻ നേടിയത്. 0.21% വോട്ടുകളുടെ മാത്രം വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ മഹാഗഡ്ബന്ധന് അധികാരം നഷ്ടപ്പെട്ടത് എന്ന് ഓർക്കണം. മറ്റുള്ളവർ 19.18 നേടിയിരുന്നു. ഇതിൽ ചിരാഗ് പാസ്വാൻ്റെ ലോക് ജനശക്തി പാർട്ടി, രാംവിലാസ് പാസ്വാൻ, LJP, RP അടക്കമുള്ള പാർട്ടികൾ അടക്കമുണ്ട്. അങ്ങനെയാണ് ഈ 19% LJPക്ക് 5.67%, മറ്റു പാർട്ടികൾക്കെല്ലാം കൂടി ചേർന്ന് 19.86% കഴിഞ്ഞ തവണത്തെ കണക്ക്. കഴിഞ്ഞ തവണത്തെ NDAയുടെ കണക്ക് കൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ BJP NDAയിൽ ഒന്നാമത്തെ വലിയ പാർട്ടിയാവുന്നു. 74 സീറ്റുകൾ വിജയിക്കുന്നു. അവിടുത്തെ രണ്ടാമത്തെ വലിയ പാർട്ടി JDU ആവുന്നു. അതിന് മുമ്പ് വരെയും JDU BJP തമ്മിലുള്ള വ്യത്യാസം, JDU ആദ്യം മുന്നിലായിരുന്നു അതിന് മുൻ തവണകളിലൊക്കെ. പിന്നീട് JDUയും BJPയും തമ്മിലുള്ള വ്യത്യാസം 1-2 സീറ്റിൻ്റെതാവുന്നെങ്കിൽ ഈ കഴിഞ്ഞ തവണയാണ് അത് ഏറ്റവും ദയനീയമായ അവസ്ഥയിലേക്ക് പോയത്. 43 സീറ്റുകൾ മാത്രമാണ്. HMSന് 4 സീറ്റാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണ VIP മത്സരിച്ചത്, വികാസിൽ ഇൻസാൻ പാർട്ടി മത്സരിച്ചത് NDAയുടെ ഭാഗമായിട്ടായിരുന്നു. അന്ന് അവർക്ക് 1.52% വോട്ടേ ഉള്ളെങ്കിലും 4 സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അവരുടേത് 0 എന്നതുകൂടി ആലോചിക്കണം.